കാശ് അക്കൗണ്ട് വഴിയാണ് പോകുന്നത്. കാശ് പോക്കറ്റിൽ നിന്ന് ആരെങ്കിലും പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകുന്നതല്ല. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ചിലപ്പോൾ OTP ഷെയർ ചെയ്തു, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ ഷെയർ മാർക്കറ്റിൽ ഒരു വിശ്വാസ വഞ്ചന നടത്തി ആളുടെ നിന്ന് പൈസ മേടിച്ചു, റിട്ടേൺസ് കൊടുക്കാമെന്ന് പറഞ്ഞു, അവസാനം ആ പൈസ തിരിച്ചു കൊടുത്തില്ല, കംപ്ലീറ്റ് നഷ്ടമായി. മനസ്സിലാക്കേണ്ടത് ഈ പൈസയെല്ലാം ഏതെങ്കിലും അക്കൗണ്ട് വഴിയാണ് പുറത്തു പോകുന്നത്. ഈ സിസ്റ്റത്തിൻ്റെ പുറത്ത് ഇത് തട്ടിപ്പായി തട്ടിക്കുന്ന ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നത് അവസാനം ഒരു അക്കൗണ്ട് കാണും. ആ അക്കൗണ്ട് മിക്കവാറും നമ്മൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഈ അക്കൗണ്ടിൻ്റെ ഉടമ എന്ന് പറയുന്ന ആൾ ഒന്നുകിൽ അങ്ങനെ ആ പേരിൽ ഒരാൾ വ്യക്തി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അയാളുടെ കള്ള അഡ്രസ്സായിരിക്കും. അപ്പോൾ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ബാങ്കിന് ഒരു ബാങ്ക് വഴിയായിരിക്കും പോകുന്നത്, ABC ബാങ്ക്, XYZ ബാങ്ക്. അവസാനം ഈ ഫ്രോഡ് കാണിക്കപ്പെട്ട് പൈസ തട്ടിക്കൊണ്ട് പോയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ KYCയുടെ വീഴ്ച മിക്കവാറും കേസിലുണ്ടാവും. അങ്ങനെയുണ്ടെങ്കിൽ ഈ പൈസ നഷ്ടപ്പെട്ട ആൾക്ക് ആ ബാങ്കിനെ ലയബിളാക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. കാരണം KYC വീഴ്ച ഉണ്ടായിരുന്നില്ലെങ്കിൽ ആർക്കാണോ പൈസ കിട്ടിയത് ആ ആളിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാവും, ആ അഡ്രസ്സിലുണ്ടാവും. ആ അഡ്രസ്സിൽപ്പെട്ട ആൾക്ക് ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പൈസയാണ് നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ വഴി കിട്ടിയത്. അൺഡ്യൂ എൻറിച്ച്മെൻറ്റ് എന്നുള്ള ഒരു ലീഗൽ ടേം ഉണ്ട്. അതല്ലാതെ മറ്റ് പല പോംവഴികളുമുണ്ട് ലീഗലായിട്ട്. അപ്പോൾ അത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ അടുത്ത് ഈ പൈസ നഷ്ടപ്പെട്ടവർക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റും. അവരുടെ ബാങ്ക് വഴി, ഒരു ബാങ്കിലെ അക്കൗണ്ട് വഴിയാണല്ലോ പൈസ നഷ്ടപ്പെടുന്നത്. ആ ബാങ്കിനോട് ചോദിക്കണം അവസാനം ഏത് ബാങ്കിലാണ് ഈ ഫ്രോഡുലൻ്റ് എമൗണ്ട് പിൻവലിക്കപ്പെട്ടത്. ആ ബാങ്കിൻ്റെ അടുത്ത് ഈ അക്കൗണ്ട് ഹോൾഡറുടെ KYC ഡോക്യുമെൻറ്റ്സ് തരാനോ, കാരണം ആളിനെ ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് ക്രിമിനൽ പ്രൊസീഡിങ്സ് വഴി നടത്താൻ പറ്റും. മിക്കവാറും നോക്കുമ്പോൾ അങ്ങനെ ആളുണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു KYC വീഴ്ച വരുന്നു. ആ KYC വീഴ്ച ഇല്ലായിരുന്നെങ്കിൽ ഈ പൈസ സിസ്റ്റത്തിൻ്റെ പുറത്ത് പോവില്ല. അപ്പോൾ അവിടെ ഒരു റീകോഴ്സ് ഉണ്ട്. പൈസ നഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ വഴിയും കൂടി തീർച്ചയായിട്ടും പെർസ്യൂ ചെയ്യണം. കുറച്ച് പ്രയാസമുണ്ടെങ്കിലും പൈസ തിരിച്ചു കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ KYC ലയബിലിറ്റി ബാങ്കേഴ്സിന് ആപ്ലിക്കബിളാണ്.